ചിന്നക്കനാലിൽ വനമേഖലയില്ലെന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ച് പറയുന്നത് ശരിവെക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത്. റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നു. റവന്യൂ ഭൂമി ഏറ്റെടുത്തിട്ടില്ലെന്ന് വനം വകുപ്പിന്റെയും മറുപടി. വനം വകുപ്പ് HNL കമ്പനിയിൽ നിന്ന് പാട്ടക്കാശ് വാങ്ങിയതും പാട്ടത്തിന് നൽകിയതും അനധികൃതമായി. നിലവിൽ റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ചതും നിയമവിരുദ്ധമായി. രേഖകൾ സിറ്റി വിഷന് ലഭിച്ചു. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയിൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ ഇടുക്കി ജില്ലാ കളക്ടർ റിപ്പോർട്ട് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. 2024 നവംബർ മാസം 23-ാം തീയതി ജില്ലാ കളക്ടർക്ക് വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: 1950 മുതൽ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വനം വകുപ്പ് യൂക്കാലി പ്ലാന്റേഷൻ വെച്ചുപിടിപ്പിച്ചിരുന്നു. പിന്നീട് 73 മുതൽ 83 വരെയുള്ള കാലയളവിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥർ ജോയിന്റ് മഹസർ തയ്യാറാക്കി വനം വകുപ്പ് ഭൂമി ഏറ്റെടുത്തു എന്നുമാണ്. അതിലുൾപ്പെട്ട ഭൂമിയാണ് HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നതെന്നും വനം വകുപ്പ് വാദിക്കുന്നു. എന്നാൽ വനം വകുപ്പ് 1993-ൽ ഈ ഭൂമി HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയതായി കാണുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി കൈമാറിയതായുള്ള ഒരു രേഖകളുമില്ല എന്നാണ് റവന്യൂ വകുപ്പിന്റെ വിവരാവകാശം വ്യക്തമാക്കുന്നത്. എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി വനം വകുപ്പ് പാട്ടത്തിന് നൽകിയിട്ടില്ല എന്ന വനം വകുപ്പ് തന്നെ പറയുമ്പോഴും HNL കമ്പനിയിൽ നിന്നും ഹെക്ടറിന് 1625 രൂപ വീതം വനം വകുപ്പ് പാട്ടത്തുക ഈടാക്കുന്നുണ്ടെന്നും വനം വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. ഒരു രേഖയുമില്ലാതെ വനം വകുപ്പ് ഭൂമി കയ്യേറിയത് മാത്രമല്ല, സ്വകാര്യ കമ്പനിക്ക് അനധികൃതമായി പാട്ടത്തിന് നൽകി പണം കൈപ്പറ്റിയെന്നും വ്യക്തമാവുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഉത്തരം ഒന്നു മാത്രം: സർക്കാർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ചിന്നക്കനാലിലെ ആനപ്പാർക്ക് പദ്ധതി വനം വകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. സിറ്റി വിഷൻ, രാജാക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ് രാജക്കാട്, റവന്യൂ ഭൂമി വനം വകുപ്പ് കയ്യേറിയെന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനംവകുപ്പ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളും അവകാശവാദങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ റവന്യൂ വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത് വനഭൂമിയല്ല, റവന്യൂ വകുപ്പിന്റെ ഭൂമി തന്നെയാണ്. ആദിവാസികൾക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന 1490 ഏക്കറിൽപ്പെട്ടിരിക്കുന്ന ഭൂമിയാണ് ഇത് എന്നുള്ളതിന് വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ സിറ്റി വിഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 1490 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. തുടർന്ന് 566 കുടുംബങ്ങൾക്കായിട്ട് 662 ഏക്കർ വിതരണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 820-ലധികം ഏക്കർ ഭൂമിയാണ് ഇനി അവിടെ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിനായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും ഭൂമിയും വീടുമില്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികവർഗ ഏകോപന സമിതിയടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു കരട് വിജ്ഞാപനം ഇറങ്ങിയതിന്റെ മറവിൽ നിന്നുകൊണ്ട് വനംവകുപ്പ് ഈ ഭൂമി കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത്. അതാണ് ഇപ്പോൾ വിവരാവകാശ രേഖയുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വനംവകുപ്പിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭൂമി ഏറ്റെടുത്തതിന്റെ എല്ലാവിധ രേഖകളും റവന്യൂ വകുപ്പിന്റെ പക്കലുണ്ട്. ഇതിനുശേഷം ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഈ ഭൂമി സംബന്ധിക്കുന്ന സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം, അത് വനം വകുപ്പിനോട് വിശദീകരണം ചോദിക്കുന്നു. ആ വനം വകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അന്നത്തെ DFO നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: 1972 മുതൽ 83 വരെ നടന്നിട്ടുള്ള കാലയളവിൽ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് റവന്യൂ വനം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്. ആ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഈ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് പാട്ടത്തിന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷമാണ് പിന്നീട് ഈ പട്ടികവർഗ ഏകോപന സമിതി ഇവിടെ വിവരാവകാശം സമർപ്പിക്കുകയാണ്. റവന്യൂ ഭൂമി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പാട്ടത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് വനംവകുപ്പിനോട് ചോദിക്കുന്നു. വനംവകുപ്പ് പറയുന്നു ആദിവാസികൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി തങ്ങൾ പാട്ടത്തിന് നൽകിയിട്ടില്ല, പക്ഷേ ഈ പാട്ട കാശ് തങ്ങൾ ഈടാക്കിയിരുന്നു. അതാണ്ട്
ഒരു ഹെക്ടറിന് 1625 രൂപ വീതം ഈടാക്കിയിരുന്നു എന്നുള്ള വിവരം നൽകുന്നു. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിൽ മറ്റൊരു വിവരാവകാശം സമർപ്പിക്കുന്നു. ആ വിവരാവകാശത്തിന്റെ മറുപടിയിൽ പറയുന്നത് ഈ ഒരു ഭൂമി ഇവർ പട്ടത്തിന് നൽകിയതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാരണവശാലും രേഖാമൂലം വനം വകുപ്പിന് റവന്യൂ വകുപ്പ് ഈ ഭൂമി കൈമാറിയതായിട്ടുള്ള ഒരു രേഖകളും ഇന്നുവരെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് വിവരാവകാശങ്ങളും ഒരേ ദിവസം രണ്ട് വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ആ രണ്ട് വിവരാവകാശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനംവകുപ്പിന് അവിടെ ഭൂമിയില്ല എന്നുള്ളതും ഒന്നാമത്തെ കാര്യം, റവന്യൂ ഭൂമി വനംവകുപ്പ് കയ്യേറിയതാണ് എന്നുള്ള കാര്യവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കരട് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫീസറാണ്. ഈ ഭൂമിയുടെ സെറ്റിൽമെന്റ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. ആ സബ് കളക്ടർ പോലും അറിഞ്ഞിട്ടില്ല ഇത്തരം ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭൂമിയിൽ തന്നെ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെയെല്ലാം വിളിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ വിജ്ഞാപനം ഇറങ്ങൂ. അങ്ങനെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഒരു വനഭൂമി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കരട് വിജ്ഞാപനത്തിന്റെ തുടർ നടപടികൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും അതെല്ലാം മറികടന്നുകൊണ്ട് സമാന്തര സർക്കാരായി നിന്നുകൊണ്ടാണ് വനംവകുപ്പ് ഇപ്പോൾ ചിന്നക്കനാലിൽ ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ വിവരാവകാശ രേഖയടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ വനംവകുപ്പിന് ഭൂമിയില്ല എന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിവെക്കാവുന്നതാണ്.